അലീന പറഞ്ഞുകൊടുത്ത റെസിപ്പിയിൽ സെർവൻ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന മാർബിൾ പുഡിംഗ് കഴിച്ചു നോക്കിയ മുത്തശ്ശിക്കും അലീനയ്ക്കും വിശ്വസിക്കാനായില്ല. എന്ത് നല്ല സ്വാദ്! ഡിന്നറിനും ഇത് തന്നെ വേണമെന്ന് ഓർഡർ കൊടുത്തുകൊണ്ട് മുത്തശ്ശി TV ഓഫ് ചെയ്തു. മോളെ അലീനെ, നീ ഇവിടെ 2 മാസത്തേക്ക് കാവ്യയെ പഠിപ്പിക്കാൻ വന്നു. ഇപ്പോൾ നീയാണ് പഠിക്കേണ്ടുന്നത്, മുത്തശ്ശി ഗൗരവത്തോടെ പറഞ്ഞു. ഞാനോ? അതെ. എന്ത്? കാവ്യയെക്കുറിച്ച് തന്നെ എന്ന മറുപടിയിൽ മുത്തശ്ശിയുടെ ഗൗരവം മാന് ചിരിയായി മാറി. അത് കണ്ടപ്പോൾ അലീനയ്ക്കും ചിരിപൊട്ടി. മുത്തശ്ശി കാവ്യയെക്കുറിച്ച് പറയാൻ തുടങ്ങി. മോളെ, കാവ്യയ്ക്കൊരു പ്രത്യേക സ്വഭാവമാണ്. അവൾക്ക് അവളുടെ ടാലൻറ്റിൽ വിശ്വാസമില്ല. എല്ലാം അവളുടെ പപ്പ ചെയ്തു കൊടുക്കുമെന്നാണ് അവളുടെ വിചാരം. ശരിയോ തെറ്റോ ഒന്നും നോക്കില്ല. കണ്ണിൽ കാണുന്നതെല്ലാം സത്യമെന്ന് പറഞ്ഞ് എടുത്തു ചാടി ഓരോന്ന് ചെയ്യും. പിന്നെ അവൾക്ക് പെട്ടെന്നാണ് കോപം വരുന്നത്. ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഈശ്വര വിചാരമാണെങ്കിൽ തീരെയില്ല. എന്തോ ഒന്ന് അവളെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവളൊന്നും പുറത്തു പറയാറില്ല. പിന്നെ അവൾ കുഞ്ഞല്ലേ, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാറൊന്നും ആയിട്ടില്ല. വീട്ടിൽ നിന്ന് അകന്നു മാറി ഹോസ്റ്റലിലല്ലേ അവളിനി താമസിക്കുക. അപ്പോൾ അവളെ അതിന് പ്രാപ്തിയാക്കണ്ടേ? മുത്തശ്ശിയുടെ വിലാപം പുറത്തു വന്നു. അതൊക്കെ ശരിയാ. പക്ഷേ കാവ്യയെ എന്തിനാ ദൂരെ മാറ്റി പഠിപ്പിക്കുന്നേ? അടുത്ത് എത്രയോ നല്ല സ്കൂളുകളുണ്ട്. അവിടെ ഒന്നും ചേർക്കാതെ ഒരുപാട് ദൂരെ എന്തിനാ? അലീനയുടെ ന്യായമായ ചോദ്യം. അതിന് മുത്തശ്ശിയുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി വെറും മൗനം മാത്രം. വെറും മൗനമല്ല, നിസ്സഹായതയിൽ നിന്നും വന്നതായിരുന്നു അത്. മുത്തശ്ശി, കാവ്യ നല്ല കുട്ടിയാ. മുത്തശ്ശി കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾക്കുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് കാവ്യയെ നേരെയാക്കണമെങ്കിൽ അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണം. അലീന സാവധാനം മുത്തശ്ശിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. മോളെ, അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊന്നും കാവ്യയെ ബാധിക്കാൻ പാടില്ല. ബാധിക്കാതിരിക്കില്ലെന്നറിയാം. എന്നാലും അവൾ കൊച്ചുകുട്ടിയല്ലേ. അവൾ ഒന്നും അറിയരുത്. മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കെ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അയ്യോ, മുത്തശ്ശി കരയല്ലേ എന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് അലീന മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും കാവ്യയും ദീപ്തിയും തിരികെ എത്തി. കാവ്യ വന്നപാടെ സമ്മാനങ്ങൾ നോക്കുന്ന തിരക്കിലാണ്. മുത്തശ്ശിയും അലീനയും ഹാളിലേക്ക് നീങ്ങി. ആഹാ, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി കാവ്യയുടെ അടുത്തു വന്നിരുന്നു. കാവ്യയുടെ മുഖത്ത് അപ്പോഴുണ്ടായിരുന്ന പുഞ്ചിരി എത്രയോ പിറന്നാൾ രാവുകളിൽ, അതും ഇന്ന് പോലും തൻ്റെ അച്ചുവിൻ്റെ മുഖത്ത് നിലനിർത്താൻ ശ്രദ്ധിച്ചതാണെന്ന് അലീന ഒരു നിമിഷം ഓർത്തുപോയി. അപ്പോഴാണ് അവൾ ദീപ്തിയെ ശ്രദ്ധിച്ചത്. വൈകാതെ തന്നെ ദീപ്തിയെയും പരിചയപ്പെട്ടു. ഇവിടെ ഇപ്പോൾ എന്നെ ആരാ ശ്രദ്ധിക്കുക എന്ന ചോദ്യം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. പ്രഫുൽ ദേവ് ആയിരുന്നു അത്. അയ്യോ, മോൻ പോയില്ലായിരുന്നോ? മുത്തശ്ശി അത്ഭുതത്തോടെ ചോദിച്ചു. ഇല്ല മുത്തശ്ശി, മീറ്റിംഗ് വെനസ്ഡേയിലേക്ക് മാറ്റി. ഓ അതെയോ? മുത്തശ്ശി എന്തോ കാര്യത്തിൽ നിരാശപ്പെട്ടു. പ്രഫുൽ മുകളിലേക്ക് കയറിപ്പോകാനൊരുങ്ങി. പെട്ടെന്ന് മുത്തശ്ശിയുടെ ചോദ്യം. നീ ഇപ്പോൾ ഇങ്ങോട്ട് പോകുക? മുറിയിലേക്ക്. പ്രഫുലിൻ്റെ മറുപടി. ഷെടാ, നീ ഇപ്പോഴിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് അങ്ങ് കയറിപ്പോയാൽ എങ്ങനെയാ? മുത്തശ്ശി പ്രഫുലിനെ തടയാൻ ശ്രമിച്ചു നോക്കി. ഇല്ല മുത്തശ്ശി, എനിക്കവിടെ പോയേ പറ്റൂ, പ്രഫുൽ പറഞ്ഞു. എങ്കിൽ ശരി, നീ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വരാമോ? ശരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഫുൽ താഴേക്ക് ഇറങ്ങി വന്നു. മുത്തശ്ശി, സീനിയർ സീരീസിന് ഒരുപാട് ജോലിയുള്ളതല്ലേ, അവരെ അങ്ങ് വെറുതെ വിട്ടൂടെ? അലീന പ്രഫുലിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ദാ, ഈ മാർബിൾ പുഡിംഗ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അലീനയുടെ റെസിപ്പിയാ. ഓക്കെ. പ്രഫുൽ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്തു. ഒരു വിധത്തിൽ അതിനെ വിഴുങ്ങിയെന്ന് പറയാം. മുത്തശ്ശി ദീപ്തിക്കും ഒരെണ്ണം കൊടുത്തു. സൂപ്പർ അലീനെ! വളരെ ഉല്ലാസത്തോടെ പെട്ടെന്നായിരുന്നു ദീപ്തിയുടെ മറുപടി. അത് കേട്ട് പ്രഫുലിൻ്റെ കണ്ണ് തള്ളിപ്പോയി. മുത്തശ്ശി, ഒരു മിനിറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് മാർബിൾ പുഡിങ്ങിൻ്റെ ഒരു ഭാഗം പിച്ചെടുത്ത് അലീനയുടെ വായിൽ കുത്തിക്കയറ്റിക്കൊണ്ട് പ്രഫുൽ അവളെ കളിയാക്കി ചോദിച്ചു. ഇത് അലീന സ്പെഷ്യൽ പുഡിംഗ് ആണ്, എങ്ങനെയുണ്ട് മാഡം? എല്ലാവരും അന്തിച്ചു നിൽക്കെ ഇത് ആദ്യം വെച്ചതായിരുന്നുവെന്ന് അലീനയ്ക്ക് മനസ്സിലായി. എന്നാൽ ഇത് ഈ കൂട്ടത്തിൽ വന്നതെങ്ങനെയെന്ന് മാത്രം അവൾക്ക് പിടികിട്ടിയില്ല. ഒരുമാതിരി ടേസ്റ്റുള്ള ആ പുഡിംഗ് തുപ്പിക്കളയാൻ അപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് പോയി. പോകുന്നതിന് മുമ്പ് നിസ്സഹായയായി നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടുത്തിരിക്കുന്നത് അവന് കാണാതിരിക്കാനായില്ല. ഡിന്നർ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഡൈനിങ് റൂമിൽ നിന്നും പിരിഞ്ഞു. പ്രഫുൽ നേരെ മുറിയിലേക്ക് പോയി. വിശാലമായ ആ മുറിയുടെ ചുവരിൽ അവരുടെ ആരാധനാപാത്രങ്ങളുടെ ചിത്രങ്ങളും മേശയിലും ചുവരലമാരകളിലും ധാരാളം ബിംബങ്ങളും ഉണ്ടായിരുന്നു. പ്രഫുൽ ദേവ് അവയെയൊക്കെ ഭക്തിപൂർവ്വം വണങ്ങി. അല്ല, ഞാനെന്തിനാ ഇപ്പോൾ പ്രാർത്ഥനാ മുറിയിലേക്ക് വന്നത്? പ്രഫുൽ ആശയക്കുഴപ്പത്തിലായി. അല്ല, ഇത് എൻ്റെ മുറിയല്ലേ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് കണ്ണു തുറന്ന് ചുറ്റും നോക്കിയ പ്രഫുൽ ഞെട്ടി. വാട്ട് നോൺസെൻസ്! ഇത് മുറിയാണോ പ്രാർത്ഥനാലയമാണോ എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് ആരോടുമില്ലാതെ ദേഷ്യപ്പെട്ടു. ഈ സമയം അലീന ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചുവിൻ്റെ കാര്യം എന്തായോ എന്തോ. അവൻ മഹിമയിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടാകുമോ?
അവൻ നിന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടാകുമോ? മഹിമയെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് സ്വയം പറഞ്ഞ് ഫോണിൽ ഞെക്കിക്കൊണ്ട് അലീന മുറിയിലേക്ക് കയറി. വാതിൽക്കൽ നിന്നിരുന്ന പ്രഫുൽദേവിനെ അവൾ കണ്ടില്ലായിരുന്നു. ഇടത് കൈയിലിരുന്ന ഫോൺ കാറ്റിൽ പാറുന്ന മുടിയിഴകൾക്കിടയിലൂടെ ചെവിയിൽ വെച്ചുകൊണ്ട് അവൾ പ്രഫുൽദേവിനെ കടന്നുപോയി. പെട്ടെന്ന് എന്തോ ഒന്ന് തന്നെ തടഞ്ഞതുപോലെ തോന്നിയ അലീന തിരിഞ്ഞു നോക്കി. അവളുടെ വലതു കൈയിൽ പിടിച്ചുകൊണ്ട് പ്രഫുൽ അവളെ തടഞ്ഞു നിർത്തിയതായിരുന്നു. എങ്ങോട്ടാ കയറി പോകുന്നേ? മുറിയിലേക്ക്. പ്രഫുലിന്റെ പരുക്കൻ ചോദ്യത്തിന് അവന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അലീനയുടെ മറുപടി. ഇതെന്റെ മുറിയല്ലേ എന്നായി പ്രഫുൽ. രണ്ടുപേരും തർക്കിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരനക്കം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. മുത്തശ്ശിയായിരുന്നു അത്. സോറി മക്കളെ, ഞാനാ തെറ്റ് ചെയ്തത്. മോളെ അലീനെ, ഞാൻ മറ്റൊരു മുറിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് റെഡിയാക്കിയിട്ടുണ്ട്. നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ, മുത്തശ്ശി താഴ്മയായി പറഞ്ഞു. ശരി മുത്തശ്ശി. സോറി മിസ്റ്റർ സീരിയസ് എന്ന് പറഞ്ഞുകൊണ്ട് അലീന മുറിയിലേക്ക് കയറാൻ ഒരുങ്ങി. അല്ല, എന്താ എന്നെ വിളിച്ച്? സീരിയസ്, അലീന തമാശയായി പറഞ്ഞു. കാൽമി സാർ, പ്രഫുൽ പറഞ്ഞു. ഞാനത് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അലീന പറയാൻ ആരംഭിച്ചു. കണ്ടപാടെ എന്നെ പിടിച്ച് ജയിലിലാക്കി. എന്നിട്ട് യഥാർത്ഥ കള്ളനെ കിട്ടിയപ്പോഴോ അവൻ്റെ പേരും ജാതകവും മനസ്സിലാക്കി എൻ്റെ പേര് പറഞ്ഞ് ഞാൻ പറഞ്ഞും അല്ലാതെയും അയാളുടെ അനുജത്തിയെ സഹായിച്ചു. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾ നല്ലവനും ഉദാരമനസ്കനുമായിരിക്കുമെന്ന്. എന്നാൽ താനാകട്ടെ കുടുംബത്തിൻ്റെ മഹിമ നിലനിർത്താനാണെന്നും പറഞ്ഞ് ലെക്ചർ അടിച്ചു പോയി. താൻ എന്നോട് സോറിയാ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ തനിക്ക് തന്ന താങ്ക്സ് താൻ കേട്ടത് പോലുമില്ല. പൂക്കൾ ദേഹത്തേക്ക് വീണത് ആരെങ്കിലും പ്രശ്നമാക്കുമോ? പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ താൻ ആ പുഡിങ്ങിൻ്റെ വായിലേക്ക് കുത്തിക്കയറ്റി തന്നത്. എന്നിട്ട് ഞാൻ തന്നെ സാറെന്ന് വിളിക്കണോ? അലീനെ? മുത്തശ്ശി അത്ഭുതത്തോടെ അവളെ നോക്കി. നിൽക്കും മുത്തശ്ശി, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന തുടർന്നു. പക്ഷേ അപ്പോഴേക്കും അവളുടെ ശബ്ദം കുറച്ചുകൂടി താന്നു. മുത്തശ്ശി പറഞ്ഞിട്ടാ ഞാൻ ഈ മുറിയിൽ വന്നത്. ഇപ്പോൾ മുത്തശ്ശി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനും പറഞ്ഞു. 2 മിനിറ്റിനുള്ളിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം. പിന്നെ പൂക്കൾ വാരി എറിഞ്ഞതിനും ഇത്രയും നേരം തന്നെ ബുദ്ധിമുട്ടിച്ചതിനും മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. അലീന ഇത്രയും പറഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി. എടാ പ്രഫുലേ, അവൾ അതിന് പോലും നിന്നോട് ക്ഷമ ചോദിക്കുന്നു. നിനക്കെന്തുകൊണ്ട് ചോദിച്ചുകൂടാ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഫുലിന് വേണ്ടി മുത്തശ്ശി അലീനയോട് ക്ഷമ ചോദിക്കാൻ ഒരുങ്ങി. എന്നാൽ അലീന മുത്തശ്ശിയെ തടഞ്ഞു. വേഗം തന്നെ ബിംബങ്ങളും ബാഗും ഡ്രസ്സുമൊക്കെ കയ്യിലൊതുക്കി പിടിച്ച് അവസാനമായി ചുവരലമാരിയിലിരുന്ന തൻ്റെ ഡയറിയും എടുത്ത് ആ മുറിയിൽ നിന്നും അവൾ ഇറങ്ങി. എന്നാൽ തൻ്റെ ആ ഓർമ്മ പുസ്തകത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2 കടലാസുകൾ അവിടെ നിന്നും ഒഴുകിയിറങ്ങിയത് അവരറിഞ്ഞിരുന്നില്ല. വിശാലമായ മറ്റൊരു മുറിയിലേക്ക് മുത്തശ്ശി അവളെ കൂട്ടിക്കൊണ്ടുപോയി. അലീന തൻ്റെ കയ്യിൽ വാരിക്കൂട്ടിയതെല്ലാം കട്ടിലിൽ വെച്ചു. മുത്തശ്ശി, ഞാൻ കുറച്ച് ഓവറായല്ലേ? അലീന വിഷമത്തോടെ ചോദിച്ചു. മോളെ, എനിക്ക് ഒരു കാര്യത്തിൽ ശരിക്കും അത്ഭുതം തോന്നുക. എൻ്റെ പ്രഫുലിനോട് ആരും ഇതുവരെ ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. മുത്തശ്ശി സാവധാനം പറഞ്ഞു നിർത്തി. അലീന ഒരു നിമിഷം മുത്തശ്ശിയെ നോക്കി ചോദിച്ചു. എനിക്ക് ഓവർ കോൺഫിഡൻസ് കുറച്ച് കൂടുതലാണല്ലേ? അലീനയുടെ കുട്ടിത്തത്തോടെയുള്ള ആശങ്ക മുത്തശ്ശിക്ക് ഇഷ്ടമായി. മുത്തശ്ശി അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. അലീനെ, നീ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു. പക്ഷേ എല്ലാം ന്യായമായ കാര്യമാണ്. അതുകൊണ്ട് നിന്നെ തെറ്റു പറയാൻ പറ്റില്ല. മുത്തശ്ശി അലീനയെ സമാധാനിപ്പിച്ചു. മുത്തശ്ശി, എന്നെ ഇനി ഈ മുറിയിൽ നിന്ന് തട്ടിക്കളിക്കില്ലല്ലോ? ഇത് ഫിക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ? അതായത് എൻ്റെ സാധനങ്ങളൊക്കെ? അലീന പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി. ഇല്ല, ഇവിടെ നിന്നിനി മാറ്റമുണ്ടാകില്ല. ധൈര്യമായിട്ടെല്ലാം റെഡിയാക്കി വെച്ചു. താങ്ക് യു മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് അലീന ജോലി തുടങ്ങി. അപ്പോഴേക്കും മുത്തശ്ശി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഫോണും എടുത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോഴാണ് അലീന താൻ എന്തോ മറന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ ഉടൻ തന്നെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി പ്രഫുൽദേവിൻ്റെ മുറിയെ ലക്ഷ്യം വെച്ച് നടന്നു. ഇതേ സമയം പ്രഫുൽദേവ് വളരെ ആശയക്കുഴപ്പത്തിലായിരുന്നു. അവൻ തന്നെത്താൻ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ പറഞ്ഞത് ശരിയാ, ഞാൻ കുറച്ച് പ്രശ്നമാണ്. മുത്തശ്ശി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാൻ അലീനയോട് സോറി പറയണം. വളരെ പ്രയാസപ്പെട്ട് പ്രഫുൽ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ഈ സമയം കയറി ചെന്നാൽ ചാട്ടക്കാരൻ അച്ചായൻ എന്തു കരുതും എന്ന് പറഞ്ഞുകൊണ്ട് അലീന നടന്നു വന്നു. പെട്ടെന്ന് നിന്നുകൊണ്ട് സംശയത്തോടെ സ്വയം ചോദിച്ചു. എൻ്റെ അലീനെ, നിനക്കിതെന്താ പറ്റിയത്? ഇന്ന് രാവിലെ ചാട്ടക്കാരച്ചായനെ കണ്ടപ്പോൾ തൊട്ടേ നിന്റെ ഒരു പിരി ഇളകിയോ എന്ന് സംശയമുണ്ട്. സീരിയസ് മാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആദ്യം നാവിൽ വന്നത് മിസ്റ്റർ സീനിയർ സീരിയസ്, പിന്നീട് വേറെ മിസ്റ്റർ സീരിയസ്. അതിനിടയിലും എന്തൊക്കെയോ പേരുകൾ വന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഈ എടുത്തുചാട്ടക്കാരൻ അച്ചായന് ഈ പേര് തന്നെയാണ് ചേരുന്നത്, അല്ലേ അലീനെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. അലീനയുടെ പാദങ്ങൾ ജാലകത്തിനരികിലൂടെ കടന്നു പോകാൻ ഒരുങ്ങവേ ഒരു കുളിർക്കാറ്റ് വന്ന് ജാലക തിരശ്ശീല വകഞ്ഞു മാറ്റി. ആ ഭാഗത്തേക്ക് അറിയാതെ നോക്കിയ അലീനയ്ക്ക് ആ കാഴ്ച വിശ്വസിക്കാനായില്ല. പ്രഫുൽദേവ് കണ്ണാടിയിൽ നോക്കി പ്രതിബിംബം അലീനയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറെടുക്കുകയാണ്.
നീ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എത്ര വേഗമാണ് നീ കണ്ടെത്തി പറഞ്ഞത്. ഇതുവരെ ഞാൻ എന്തെങ്കിലും തെറ്റ് പ്രഫുൽ ദേവിന് ബാക്കി പറയാൻ കഴിയുന്നില്ല. തന്റെ ദുരഭിമാനം അതിനെ അനുവദിക്കുന്നില്ല. ജനാലയ്ക്ക് പുറകിൽ നിന്ന് ഈ കാഴ്ച കണ്ടുനിന്ന അലീനയ്ക്ക് ആദ്യം കൗതുകം തോന്നിയെങ്കിലും പ്രഫുലിന്റെ മാനസികാവസ്ഥയിൽ വിഷമം തോന്നി. അതുകൊണ്ട് അയാൾ അധികം ബുദ്ധിമുട്ടുന്നത് അവൾക്കിഷ്ടമായില്ല. അവൾ മുറിയുടെ വാതിലിനരികിൽ വന്ന് പതിയെ അത് തുറന്നു.